കേരളം ചുറ്റിക്കറങ്ങിയെത്തിയ നവകേരള സദസ്സിന്റെ 1,05,00,000 ആഡംബര ബസ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം നവകേരള സദസ്സിന്റെ ഔദ്യോഗിക സമാപനമൊക്കെ കഴിഞ്ഞ് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ മടങ്ങിയത് ഔദ്യോഗിക വാഹനങ്ങളിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് 36 ദിവസം യാത്രയ്ക്ക് ഉപയോഗിച്ച നവകേരള ബസ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. മന്ത്രിമാരെല്ലാം കാറുകളിലാണ് വട്ടിയൂർക്കാവിലെ അവസാന സമ്മേളനത്തിൽ നിന്നും മടങ്ങിയത്. കാനം രാജേന്ദ്രൻ മരിച്ചതിന് പിന്നാലെ മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ പ്രചാരണം ജനുവരി 1-2 തീയതികളിൽ നടക്കുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നു. ഇതിന് പിന്നാലെയാകും നവകേരള ബസ് KSRTCക്ക് കൈമാറുക എന്നതാണ് വിവരങ്ങൾ. നവകേരള സദസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ബസ് വാർത്തകളിലൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. 1,05,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് മന്ത്രിമാർക്ക് സഞ്ചരിക്കാനായി ഇങ്ങനൊരു ആഡംബര ബസ് വാങ്ങിയതിൽ ആദ്യം തന്നെ ആരോപണങ്ങളൊക്കെ നിരവധിയായി ഉയർന്നിരുന്നു. ബസിൽ മുഖ്യമന്ത്രിക്ക് ഇരിക്കാനായി 180 ഡിഗ്രിയിൽ കറങ്ങുന്ന കസേര സജ്ജമാക്കിയതും ഇതിനായി സർക്കാർ പ്രത്യേക ഉത്തരവിറക്കിയതും പിന്നീട് ബസിന്റെ ചില്ല് മാറ്റിയതെല്ലാം തന്നെ വാർത്തകളിൽ ഇടം പിടിച്ച ഒന്നാണ്. കോൺട്രാക്ട് കാരേജ് ആണെങ്കിലും നിലവിലെ വെള്ളനിറം നവകേരള ബസിന് ബാധകമായിരുന്നില്ല. നിർത്തിയിടുമ്പോൾ പുറമേ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് AC പ്രവർത്തിപ്പിക്കാനും കോഫി ടീ മേക്കർ തുടങ്ങിയ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ എല്ലാം തന്നെ ഈ ബസ്സിലുണ്ട്. അതായത് VVIP യാത്രകൾക്ക് കൂടി വേണ്ടിയാണ് ഭാരത് ബെൻസിന്റെ 12 മീറ്റർ ഷാസിയിൽ ബസ് നിർമ്മിച്ചിട്ടുള്ളതെന്നായിരുന്നു സർക്കാർ അന്ന് വ്യക്തമാക്കിയത്. ഭാവിയിൽ KSRTCയുടെ ടൂർ ആവശ്യങ്ങൾക്ക് ഈ ബസ് ഉപയോഗിക്കാം എന്നാണ് സർക്കാർ പറയുന്നത്. VVIP പരിരക്ഷ നൽകുന്നതോടെ നിലവിലെ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബയോ ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ബസ്സിൽ ഒരുക്കാൻ കഴിഞ്ഞുവെന്നാണ് പറയുന്നത്. സുരക്ഷയ്ക്കായി കൂടുതൽ ക്രമീകരണങ്ങളൊക്കെ നവകേരള ബസ്സിന് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനിടെ 136 മണ്ഡലങ്ങളൊക്കെ പിന്നിട്ട് നവകേരള സദസ്സ് തലസ്ഥാനത്ത് സമാപിച്ചപ്പോൾ ഇതുവരെ ലഭിച്ചത് 10,000-കണക്കിന് പരാതികളാണ്. എന്നാൽ ഇതിൽ ഭൂരിപക്ഷം പരാതികളും ഇപ്പോഴും വെളിച്ചം കണ്ടിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. നവകേരള സദസ്സുമായി നേരിട്ട് ബന്ധമില്ലാത്ത തരത്തിലാണ് പരാതി പരിഹാര സംവിധാനം സർക്കാർ എല്ലാ കേന്ദ്രങ്ങളിലും ക്രമീകരിച്ചത്. പൊതുജനങ്ങളുടെ പരാതികളിൽ ഒരു ഘട്ടത്തിലും മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഇടപെടുന്നില്ല എന്നതാണ് സത്യം. ആദ്യ അവസാനം അവ കൈകാര്യം ചെയ്തതും തീരുമാനം എടുക്കുന്നതൊക്കെ ഉദ്യോഗസ്ഥർ മാത്രമാണ്. UDF സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ പരാതികൾക്ക് മേൽ തീരുമാനമെടുക്കുന്നതൊക്കെ തന്നെ മുഖ്യമന്ത്രിയായിരുന്നു. വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട ജോലി മുഖ്യമന്ത്രി ചെയ്യുന്നെന്ന് അന്ന് പരിഹസിച്ച LDF അതേ നയത്തിൽ തന്നെ ഭരണത്തിലെത്തിയപ്പോഴും ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. കാരണം മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒന്നും തന്നെ ഈ പരാതികൾ നോക്കുന്നില്ല. പകരം ഉദ്യോഗസ്ഥരുടെ പക്കൽ മാത്രമായി ഒതുങ്ങുന്നു. എന്നാൽ ഇതിൽ ഭൂരിപക്ഷം പരാതികളും ഇന്നും അതിന് പരിഹാരമൊന്നും ആയിട്ടില്ല എന്നതാണ് വിവരങ്ങൾ. നവകേരള സദസ്സിൽ ലഭിക്കുന്ന പരാതികളിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീർപ്പാക്കണമെന്നാണ് സർക്കാർ നൽകിയിരിക്കുന്ന വാക്ക്. എന്നാൽ അതിനും കഴിഞ്ഞില്ലെങ്കിൽ ജില്ലാതലത്തിൽ 45 ദിവസത്തിനുള്ളിൽ പരാതി പരിഹരിക്കണം. അതും നടന്നില്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ തീർപ്പാക്കുമെന്നാണ് പറയുന്നത്. നവകേരള സദസ് 45 ദിവസം പിന്നിടുമ്പോൾ വടക്കൻ ജില്ലയിലെ പരാതികളിൽ 20% താഴെ മാത്രമായിരിക്കും ഉദ്യോഗസ്ഥർക്ക് തീർപ്പാക്കാൻ കഴിയുകയുള്ളൂ. തീർപ്പാക്കുക എന്നാൽ പരാതി പരിഹരിക്കപ്പെട്ടു എന്നതുമല്ല, പരാതിക്ക് മേൽ നടപടിയെടുത്തു എന്നത് മാത്രമാണ്. മാത്രമല്ല ഭൂമി തരം മാറ്റൽ, ക്ഷേമ പെൻഷൻ മുടങ്ങൽ, PSC നിയമനത്തിലെ കാലതാമസം, അതിർത്തി തർക്കം, ലൈഫ് മിഷനിലെ വീട്, ശുദ്ധജലം എത്തിക്കൽ, കെട്ടിട നമ്പർ അനുവദിക്കൽ തുടങ്ങിയൊക്കെയാണ് ഈ പരാതികളിൽ നല്ലൊരു ശതമാനവും. ഇതിന് പിന്നാലെ പാലം, റോഡ് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചും വിവിധ സംഘടനകൾ അടക്കമാണ് പരാതികൾ നൽകിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളും ഒട്ടേറെ ആവശ്യങ്ങൾ ഈ പരാതിയിലൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരം വ്യത്യസ്ത പരാതികളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇപ്പോഴും ഉദ്യോഗസ്ഥർക്ക് നിശ്ചയമില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. തൽക്കാലം ഈ പരാതികളൊക്കെ പൊതുമരാമത്ത് വകുപ്പിന് അയക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.